ഒരനുഭവം പറയട്ടെ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ സംഗീതയാണേ. ചെറുപ്പം മുതലേ എന്തെങ്കിലും ഒരു വിഷമം വന്നാല് എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് നാവിൽ വരാറുള്ളത്. കല്യാണം കഴിഞ്ഞ് കൊടുങ്ങല്ലൂരെത്തിയപ്പോൾ ഭഗവാനെ കൂടുതൽ പോയി കാണാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പൂജാമുറിയിലെ കണ്ണൻ്റെ പുഞ്ചിരിയും കണ്ണുകളുടെ ചലനവും ഒക്കെ കണ്ട കാര്യം പറയുമ്പോൾ വീട്ടിലെ എല്ലാവരും വിശ്വസിക്കാതെ എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. ഞാനീ പറയുന്ന അനുഭവം ഏകദേശം 1.5 വർഷം മുൻപ് നടന്നതാണ്. വീട്ടിൽ ചിലവിനുള്ള പണം വയ്ക്കാൻ എനിക്കൊരു പേഴ്സുണ്ട്. ഹസ്ബൻഡ് വിദേശത്ത് നിന്ന് അയക്കുന്ന പണം ഞാൻ അതിൽ നിന്ന് എടുത്താണ് ചിലവാക്കുന്നത് കേട്ടോ. മാസാവസാനം ആകുമ്പോൾ പേഴ്സ് വല്ലാതെ കാലിയായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അന്ന് സന്ധ്യയ്ക്ക് ഞാൻ പേഴ്സ് നോക്കിയപ്പോൾ അതിലൊന്നുമില്ല. 3 സിബും കാലി. കാശ് വരാൻ ഇനി ഏതാനും ദിവസം കൂടിയുണ്ട്. ദൈവമേ, എന്ത് ചെയ്യും? മനസ്സിലൊരു ആന്തല്. ഞാൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ കണ്ണാ, നീ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ആളല്ലേ, എനിക്കൊരു 500 രൂപ ഈ പേഴ്സിൽ വെച്ച് തരാമോ? നോക്കട്ടെ നിന്റെ കഴിവ്. പകുതി കളിയാക്കിയും പകുതി വിഷമിച്ചുമാണ് ഞാൻ പറഞ്ഞത്. അതും പറഞ്ഞ് കാലി പേഴ്സ് സിബ് ഇട്ട് വെച്ചിട്ട് ഞാൻ മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞുട്ടോ. പിറ്റേന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ മുറിയിൽ വന്നപ്പോൾ ചുമ്മാ പേഴ്സ് തുറന്നു നോക്കി. ഇന്നലെ അതിൽ ഒന്നുമില്ലെന്ന് കണ്ടല്ലേ, എങ്കിലും എന്തോ തുറന്നു നോക്കിയെന്ന് ആരോ പറയും പോലെ. എൻ്റെ ഭഗവാനെ, അതിലൊരറയിൽ ആരോ മടക്കി വെച്ചതുപോലെ ഒരു 500ൻ്റെ നോട്ട്. ഞാൻ സ്തംഭിച്ചു പോയിട്ടോ. എല്ലാ അറയും തുറന്നു നോക്കി ഒന്നുമില്ല എന്ന് ഉറപ്പിച്ച് കണ്ടതാ. വീട്ടിൽ വേറെ ആരുമില്ല. ഇത് കാശ് കൊണ്ടുവന്ന് വെക്കാൻ അമ്മയെ കൂടെയുള്ളൂ. അമ്മ മുറിയിൽ വരികയോ അൽമാര തുറന്ന് പേഴ്സെടുത്ത് കാശ് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ ഓരോന്ന് ആലോചിച്ച് അടുക്കളയിലെത്തി. ഞാൻ ഭഗവാനോട് പറഞ്ഞു, എൻ്റെ കണ്ണാ, ഈ കാശ് നീയാണ് വെച്ചതെങ്കിൽ ദാ അടുക്കളയുടെ പുറത്ത് കിളികൾക്ക് വെള്ളം ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൽ ഇപ്പോൾ 2 കിളികൾ ഒരുമിച്ച് വരണേ എന്ന്. ഞാൻ മനസ്സിലത് പറഞ്ഞത് ദാ 2 കുരുവികൾ ഒരുമിച്ച് വന്ന് വെള്ളം കുടിച്ചു. ഇനിയും നിനക്ക് വിശ്വാസമായില്ലേ എന്ന ഭാവത്തിൽ. എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ എന്ന ആ 500 രൂപ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇനി ഒരിക്കലും പറയാം. മെസ്സേജിൻ്റെ ലെങ്ത് കൂട്ടുന്നില്ല. സാർ ഇത് നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിൽ കൂടെ പറയാലോ. പൊന്നു ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സംഗീതയുടെ അനുഭവം നല്ല രസമുണ്ടായിരുന്നില്ലേ കേൾക്കാൻ. വിശ്വാസം അല്ലെങ്കിൽ 2 കിളികളെയും കാണണമെന്ന് പറഞ്ഞപ്പോൾ അതാ ആ കിളികളെയും കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. നമ്മൾ ശാന്തമായിട്ട്, വളരെ ശാന്തമായിട്ട് ഭക്തിയോടെ ഭഗവാനെ സ്മരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അയക്കുന്നവർ ശ്രദ്ധിക്കുക, കുറച്ച് വലുതാക്കിയിട്ട് എഴുതി അയക്കുക. ടൈപ്പ് ചെയ്ത് അയക്കുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഗ്രൂപ്പിൽ വരേണ്ടത് അറിയാലോ, ജോയിൻ ബട്ടണിലൂടെയാണ്. കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രൂപ്പിൽ.